ഇത് മറ്റൊരു ചെറിയ കാര്യമാണ്, ചെറിയ കാര്യവും വലിയ കാര്യമാണ്. ആ ഒരു കാര്യം വെളിപ്പെടുത്താനേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാധിക്കത്തില്ല. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സ്റ്റെപ്പ് അറിഞ്ഞോ അറിയാതെയോ ഇൻകം ടാക്സ് വെച്ചു. അതൊക്കെ എന്തിനാണ് ചെക്കോസ്ലോവാക്യയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറിയ സ്ലോവാക്യയിലെ ഇന്ത്യയിലെ ഒരു അംബാസഡർ പോലെ $2,00,000 കൊടുത്ത് ഒരു പദവി സമ്പാദിച്ചത്? കാരണം റോയി വളരെ ക്ലെവറാണല്ലോ ആ കാര്യത്തിൽ. അതുകൊണ്ട് ഒരു ബാങ്കിൽ അക്കൗണ്ട് അതിൻ്റെ അകത്ത് വരുന്ന പണം എത്രയായാലും ശരി, അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവും അത് ആ സിറ്റുവേഷനിലൊക്കെ രക്ഷപ്പെടാനുള്ള കഴിവ് റോയ്ക്കുള്ള മനുഷ്യനാണ്. ആ ഒരാളാണ് ഇപ്പം ജീവിതം അവസാനിപ്പിച്ചതെന്ന് വിചാരിക്കണം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇന്നും ചർച്ചയ്ക്കെടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ CJ റോയിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ജോർജ് ജോസഫ് സാറ് സൂചിപ്പിച്ചിരുന്നു. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറ് തന്നെയാണ് ഒപ്പമുള്ളത്. സാർ, CJ റോയി 6 മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. കടബാധ്യതയില്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും റോയി നിക്ഷേപം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായി എന്നാണ് നിഗമനം. ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത സൂചിപ്പിക്കുന്നത്. ഇത് ഒരു പരിധിവരെ ശരിയായിരിക്കില്ലേ? കാരണം സാറ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരികയല്ലേ? ഈ റോയിയുടെ ഇപ്പോഴത്തെ മരണത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ കടം എത്ര കയറിയാലും അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് റോയിക്കുണ്ട്. അതൊന്നും റോയിയെ പിടിച്ചു കുലുക്കില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം റോയിയുടെ വളർച്ച മുഴുവൻ നമ്മൾ നോക്കി, ക്രിസ്റ്റൽ ഗ്രൂപ്പുമുള്ള അവിടെ മുതൽ ഒരു സാധാരണ ജീവനക്കാരനായി വന്ന റോയി കഴിഞ്ഞ 2006 മുതൽ ഏകദേശം 19-20 വർഷം കൊണ്ടാണ് ഇത്രയും വലിയ സ്വത്തുക്കളുടെ ഉടമയായെന്നാണ് പറയുന്നത്. അങ്ങനെ സാമ്പത്തികമായ വലിയ വലിയ ആർഭാടം നടത്തിയ വ്യക്തിയാണ്. പണത്തിൻ്റെ മൂല്യം അറിയാവുന്ന, കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്ന ഒരാൾ ഒരിക്കലും ഇതുപോലുള്ളൊരു ആർഭാട ജീവിതത്തിലേക്ക് പോകില്ല. അത് അയാളുടെ പണമല്ല, അത് മറ്റു മാർക്കറ്റിൽ വരുന്ന പണമാണ്. അതുകൊണ്ട് അയാളുടെ വാദഗതികളൊക്കെ നമ്മൾ ഇനി കേട്ടു നോക്കിക്കോളൂ. ആർഭാടമാണ് ജീവിതം എന്നാണ്. നമ്മൾ അങ്ങനെ ആരും അത് പഠിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ നെറ്റ് റിസൾട്ട്. നമുക്കത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ആർഭാട ജീവിതത്തിൽ കഴിഞ്ഞ ആർഭാടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കിലാണ് അങ്ങേര് സഞ്ചരിച്ചത്. 10-12 റോൾസ് റോയ്സ് പോലെയുള്ള കാറുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായി വാരിക്കോരി പണം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആർക്കാണ് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ പറ്റുന്നത്? ലോകം കണ്ട വലിയ വലിയ ധനികരുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കടം കയറി കഴിഞ്ഞപ്പം അവർ ഇവിടുന്ന് സ്ഥലം വിട്ടു, രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിൽ അഭയം തേടി കേസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000, 2000, 3000, 16,000, 20,000 കോടിയൊക്കെ ഇവിടുന്ന് ലോണും ഒക്കെ എടുത്ത് തട്ടിച്ച് പോയവരാണ്. പക്ഷേ അവരാരും അവിടെയെങ്ങും ഒരു ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ കാണുന്നില്ല. അവരവിടെ നിന്ന് നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പം കടം കൊണ്ട് മുടിഞ്ഞത് കൊണ്ട് ഒരു ജീവിതം അവസാനിപ്പിക്കാൻ റോയി അവസാനിപ്പിച്ചതാണ് റോയി എന്ന് ഞാൻ കരുതുന്നില്ല. ഒരിക്കലും അത് നിരീക്ഷിക്കുമ്പം അങ്ങനെയുള്ളൊരു പേടിയൊന്നും റോയിക്കില്ല. അതുകൊണ്ട് അന്നും അല്ല റോയി ആ ജീവിതം അവസാനിപ്പിച്ചത്. അതിലും വലിയൊരു ത്രട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തിനിടയ്ക്കാണ് ആ ത്രട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ആ 3 മാസം ആയി മാനസികമായി തകർന്ന് ഭയപ്പെട്ടും കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ആ ഇൻകം ടാക്സുകാർ വരുമ്പോഴൊക്കെ ആ ത്രട്ടിൻ്റെ ആ ഭീകരാവസ്ഥയിൽ നിൽക്കുകയാണ് റോയി. അല്ലാതെ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്തുനിന്ന് പല അഭ്യാസങ്ങൾ കാണിച്ചത് കൊണ്ടോ അതിനൊന്നും പുറത്തല്ല. ആ അഭ്യാസങ്ങളൊക്കെ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണ് റോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടുതൽ കുലങ്കക്ഷമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം എന്തിനാണ് ചെക്കോസ്ലോവാക്യയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറിയ സ്ലോവാക്യയിലെ ഇന്ത്യയിലെ ഒരു അംബാസഡർ പോലെ $2,00,000 കൊടുത്ത് ഒരു പദവി സമ്പാദിച്ചത്? സ്ലോവാക്യ നമുക്കറിയാം, അവിടെ ഏകദേശം 55 ലക്ഷം ജനങ്ങളുണ്ട്. അവിടെ
കള്ളക്കടത്താണ് ഇപ്പോൾ അവിടുത്തെ വലിയ വരുമാനം. ഡ്രഗ്സിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. ആയുധങ്ങളുടെയും ഡീലേഴ്സായിട്ട് കള്ളക്കടത്ത് ആയുധങ്ങളും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയി റോയി എന്തിനാണ് ഒരു ഡിപ്ലോമാറ്റ് പദവി വാങ്ങിച്ചത്? അങ്ങനെ സ്ലോവാക്യയിലെ ഡിപ്ലോമാറ്റ് ഒറിജിനൽ അവരുടെ ഇന്ത്യയിലേക്കുള്ള പ്രതിനിധി ഡൽഹിയിലുണ്ട്. പക്ഷേ അങ്ങനെ അവരുടെ ഒഫീഷ്യലായ പ്രതിനിധി ഉള്ള സ്ഥലത്ത് ഈ ഡിപ്ലോമാറ്റിക് മാർഗത്തിൽ കൂടെ ചില ഏരിയകളുടെ ഒരു പ്രതിനിധിയായിട്ട് ആ രാജ്യത്തിന് പൈസ കൊടുത്താൽ നിയമിക്കും. അങ്ങനെ നിയമിച്ച ഒരാളാണ് റോയി. റോയി ഏത് ഏരിയയാണ്? ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ളൊരു ചാർജല്ല ഡിപ്ലോമാറ്റിക്ക്. അദ്ദേഹം ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക 3 സ്റ്റേറ്റിൻ്റെ ഒരു അംബാസഡർ പദവിയാണ് അദ്ദേഹം അവിടുന്ന് വിലയ്ക്ക് വാങ്ങിച്ച് കൊണ്ടുവന്ന്. അതിനകത്ത് ചില ഗുണങ്ങളുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് അത് എയർപോർട്ടിൽ വരുമ്പം ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ അദ്ദേഹത്തിന് പോകാം. അതിന് അവിടെ ആരും തടയാൻ ഒക്കില്ല. കാരണം ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഡൽഹിയിലെ ആസ്ഥാനമെങ്കിലും ഇന്ത്യയിലെ 3 സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ലോവാക്യ. അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക. ഈ 3 സ്റ്റേറ്റിലുമാണ് ധാരാളം ബ്ലാക്ക് മണി വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മണി വരുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും തന്നെയാണ്. അവിടേക്കാണ് അദ്ദേഹം അംബാസഡർ പദവി വാങ്ങിച്ചത്. അതിനകത്ത് ഏതോ ഒരു അബദ്ധം പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പിൻ്റെ മേഖലയും റോബറി, ഡക്കോയിറ്റിയുടെയൊക്കെ മേഖലകളാണ്. അവിടുത്തെ ഒരു തട്ടിപ്പ് നടന്നതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏകദേശം 9,000 കോടിയുടെ സ്വത്തുണ്ടെന്നൊക്കെ ഒരു വീമ്പിളക്കിയെങ്കിലും 600-800 കോടി രൂപയുടെ കടവുണ്ട്. അതിൽ നിന്ന് നിവരാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെയുള്ള റോയി ഇതുപോലെയുള്ള 3 സ്റ്റേറ്റിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് പദവി മറ്റു രാജ്യത്തുനിന്ന് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ നോട്ടം ഇട്ടിട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവിടുത്തെ എവിടെയെങ്കിലും ഒരു തട്ടിപ്പ്, കാരണം അത് ബ്ലാക്ക് മണി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഇത് 3. അവിടെയുള്ള രാഷ്ട്രീയ മേധാവികൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. ആ പണം എങ്ങോട്ടെങ്കിലും ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഡൈവേർഷൻ റോയിയുടെ അടുത്തേക്ക് വന്നു. റോയി കൈ നീട്ടി അത് സ്വീകരിച്ചു. കാരണം റോയി കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്നയാളാണ്. പക്ഷെ വെളിയിൽ അങ്ങനെയല്ല, 0 ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചുകൊണ്ട് നടക്കും. അതേസമയത്ത് ഭയപ്പാടാണ് റോയിക്ക്. അതിനാണ് 15ഓളം സെക്യൂരിറ്റിക്കാരെ കൂടെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനിൽ ഒരു ത്രെട്ട് ഈ 3 സ്റ്റേറ്റിൽ നിന്നും വന്നു. അതാണ് മരണത്തിന് കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. സാർ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. റോയ്ക്ക് ത്രെട്ടുണ്ടായിരുന്നു, കടമുണ്ടായിരുന്നു. എന്തിനാണ് സ്ലോവാക്യയിൽ പോയി ഡിപ്ലോമാറ്റ് പദവി വാങ്ങിച്ചത്? ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. തൽക്കാലം ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇവിടെ 30-ന് നടന്ന പരിശോധനയിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയ് മരിച്ചത് എന്നാണ് വിവരം. അപ്പോൾ സാർ പറഞ്ഞതുപോലെ പല ഇടപാടുകളുടെയും സ്രോതസ്സ് വെളിപ്പെടുത്താനാവാതെ കടുത്തൊരു തീരുമാനത്തിലേക്ക് റോയ് നീങ്ങി എന്ന് വേണമോ നമുക്ക് സംശയിക്കാൻ? അതുതന്നെ. അത് ലാസ്റ്റ് 3 മാസം കൊണ്ടാണ് ആ മനംമാറ്റം വന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പം ജനുവരിയായി. ഈ 3 മാസം കൊണ്ട് മരണത്തിലേക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തി അദ്ദേഹം. അതിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. 9 പേജിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കടബാധ്യതയൊക്കെ എഴുതി വെച്ച് അത് സാധാരണഗതിയിലിട്ട് ആ ത്രെട്ട് വന്നപ്പം മുതൽ അതൊരു റിസ്കി ഒരു ഇടപാട് നടത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ തോന്നുന്നത്. അത് ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല, ആർക്കും അത് മനസ്സിലായിട്ടില്ല. അതേ സമയത്ത് ഇൻകം ടാക്സ് വരുന്നത് അതിലൊക്കെ അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാം. അത് പെനാൽറ്റി അടിച്ച് തീർത്താൽ ആ പ്രശ്നത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടല്ല അവർ പക്ഷേ അവരവിടെ അദ്ദേഹത്തിൻ്റെ ക്യാബിൻ അത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ത്രെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം അതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതോടുകൂടി അദ്ദേഹം തകർന്നു. അവിടെ സെർച്ച് ചെയ്തേ പറ്റുള്ളൂ ഇൻകം ടാക്സിന്. അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് എറണാകുളം ഇൻകം ടാക്സ് യൂണിറ്റിനെ ഏൽപ്പിച്ചത്. പക്ഷേ അവർക്ക് പോലും അറിയില്ല. അവർ പരിശോധിക്ക് വരുമ്പം ഇദ്ദേഹം മനസ്സിൽ കരുതിയ സാധനം കണ്ടെത്തും, അത് മറ്റു ചില കാര്യത്തിലേക്ക് നീങ്ങും എന്നൊരു ഭയം. അതാണ് അദ്ദേഹം മരിക്കാൻ കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻകം ടാക്സ് വെട്ടിച്ചോ, അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പേടിക്കേണ്ട എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നതിലൊന്നും നമുക്ക് വ്യക്തതയില്ല. അതിനുള്ള തെളിവുകളും തൽക്കാലം നമ്മുടെ മുന്നിലില്ല. പക്ഷേ കടം 0 എന്ന ആപ്തവാക്യത്തിൽ ബിസിനസ് നടത്തിയ റോയി പലർക്കും പണം നൽകാനുണ്ട് എന്ന് ബന്ധുക്കൾക്ക് എഴുതി വെച്ച കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതും
ഇതുവരെ പുറത്ത് കാട്ടിയതും അല്ല യാഥാർത്ഥ്യമെന്നാണോ ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുന്നത് പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ? അദ്ദേഹം കൈവച്ചിരിക്കുന്ന മേഖലകൾ നമ്മൾ നോക്കിയോളൂ, അതൊക്കെ ഫ്രോഡും ചീറ്റിങ്ങും നടക്കുന്ന മേഖലകളല്ലേ. അതിലേക്ക് പണം ഒഴുക്കുകയാണ്. അപ്പോൾ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ കൃത്യമായ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്ഥല കച്ചവടത്തിലും ഫ്ലാറ്റ് കൺസ്ട്രക്ഷനിൽ ദുബായിൽ 90 യൂണിറ്റുള്ള ഒരു ഫ്ലാറ്റ് 96 യൂണിറ്റുള്ള ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്ത് അത് മുഴുവൻ കടത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലായത്. അത് വിറ്റുപോയില്ല, അത് കടത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലായത്. അത് സാമ്പത്തിക ബാധ്യത അതുപോലെ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്ലോവാക്യയിലോട്ടൊക്കെ മാറി അതിൽ നിന്ന് കരകയറാനും കടം വീട്ടാനും ഒക്കെ തയ്യാറായത്. അങ്ങനെ വീട്ടാൻ തയ്യാറായ ഇന്ത്യയിലെ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ത്രെട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ജീവിതം അവസാനിപ്പിച്ചത്. സാർ, ഇവിടെ റോയ് തട്ടിച്ചു വെട്ടിച്ചു എന്നൊക്കെ പറയാം, പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം, എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി പല മേഖലകളിലും CJ റോയ് കൈവച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഇത്രയും ബിസിനസ്സുകൾ ഒരുമിച്ച് നടത്തി കയ്യിൽ പണം ഇല്ലാതാകാനുള്ള ഒരു സാധ്യതയും കൂടിയില്ലേ? അങ്ങനെയും നമുക്ക് ചിന്തിക്കേണ്ടേ? ഇല്ല, കയ്യിൽ അങ്ങനെ ഒരു ലാഭത്തിൽ പണം വന്നു എന്നൊക്കെ ഉള്ള കള്ളക്കഥകളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 8000 രൂപ സെൻറ്റിന് വിലയുള്ളത് ഒരു അബദ്ധവശാൽ 350 ഏക്കർ കൈ വന്നെന്നും അത് പിന്നെ സെൻറ്റിന് 18 ലക്ഷം രൂപ വെച്ച് ബാംഗ്ലൂർ വിറ്റ്, അതൊരു വല്ലാത്ത ഒരു ചിന്താഗതിയാണ്. അതൊരു വല്ലാത്ത പ്രപ്പോസലാണ്. ആ പ്രപ്പോസലിനകത്ത് എത്ര കോടി രൂപ വന്നോ അത്രയും കോടി രൂപ എവിടെയെങ്കിലും തട്ടിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് റീക്യൂപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. അതിൽ വിജയിച്ചില്ല. അതിലാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. സാറ് സൂചിപ്പിച്ചതിനപ്പുറം നിരവധി കാര്യങ്ങൾ, നിരവധി ഊഹാപോഹങ്ങൾ റോയിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വലിയ തട്ടിപ്പ് നടത്തിയെന്നൊക്കെ. നമുക്ക് മുന്നിൽ അത്തരം തെളിവുകൾ തൽക്കാലം ഒന്നുമില്ല. പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പല സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ടല്ലേ? റോയ് യഥാർത്ഥത്തിൽ ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് എന്ന് ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയക്കാർക്കും ഒരു ചാനലുകാർക്കും ഒരു പത്രക്കാർക്കും ഇതുവരെ അറിവില്ല. ആ ഒരു ഊഹാപോഹത്തിൽ പുതിയ പുതിയ കഥകൾ ഓരോന്നുണ്ടാക്കും. സാമാന്യ ഒരു മനുഷ്യന് സാധാരണഗതിയിൽ വലിയ പണക്കാരനായ ഒരാൾ അയാൾ ജീവിതത്തിലും സാമ്പത്തിക രംഗത്തും ആ ബിസിനസ്സിലും തൊപ്പിയിട്ട് വക്കിലേക്ക് വരുമ്പം അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യന് എന്താ സംഭവിക്കുന്നത് എന്നറിയാവുന്ന സോഷ്യൽ മീഡിയക്കാരും ചിന്തകരും മീഡിയക്കാരും ചാനലുകാരും ഒക്കെ ഈ ഒരു കഥയ്ക്കകത്ത് കിടന്ന് കറങ്ങുകയാണ് ഇപ്പോഴും. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇന്ന് വരെ ആരുടെയും മനസ്സിലേക്ക് വന്നിട്ടില്ല. അത് ഈ റോയിയുടെ മനസ്സിൽ മാത്രം ആ ഭയമുണ്ട്. അതിലേക്ക് എങ്ങനെ ലീഡ് ചെയ്യുമോ ഇൻകം ടാക്സുകാർ എന്നൊരു സംശയം അത് റോയിക്ക് ഈ ഇൻകം ടാക്സ് റെയ്ഡ് തുടങ്ങിയപ്പോൾ മുതലേ നടന്നു. ആ ഇൻകം ടാക്സ് വന്നാലും സാരമില്ല, അത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് എഴുതിയാണ് കർണാടക ഹൈക്കോടതി കൊടുത്ത ഇൻകം ടാക്സിനെതിരായിട്ട് കൊടുത്ത കേസ് വരെ അവസാനം കഴിഞ്ഞ 18-ാം തീയതി എവിടെയോ അത് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം എവിടെയോ ചെന്ന് ചാടി പണം, അത് സ്ലോവാക്യയാണോ ഇന്ത്യയിലാണോ എന്നറിയില്ല, എവിടെയോ ചെന്ന് ചാടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കെങ്ങാനും ഇൻകം ടാക്സുകാർ ലീഡ് ചെയ്യുമോ ഒരു ഭയം. അദ്ദേഹത്തിൻ്റെ ക്യാബിൻ പരിശോധിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടുന്ന് ഒരു ചെറിയ ഒരു എവിഡൻസ് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തൻ്റെ അന്ത്യമാകും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസിനകത്ത് റോയിയുടെ ഒരു ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 3 മാസം ഒക്ടോബർ നവംബർ ഡിസംബറിനകത്തുള്ള ഒരു സംഭവം തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റോയിയുടെ അടുത്ത ഇടപാടുകാരെ ചോദ്യം ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. റോയിയുടെ ഭൂമി ഇടപാടുകളിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിന് പഴയ ഡിമാൻഡ് ഇല്ലാത്തതും റോയിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നുവെന്ന് തോന്നുന്നുണ്ടോ? അക്കാര്യം കൂടി ചർച്ച ചെയ്ത് പോകേണ്ടേ? അങ്ങനെ ഞാൻ തോന്നുന്നില്ല. അതൊന്ന് അയാൾക്ക് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി അതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പണം മുടക്കിയവരൊക്കെ അതൊക്കെ കൊടുത്തു തീർക്കാനായിട്ട് അറിയാം ഇയാൾക്ക്. പക്ഷേ ആ കൊടുത്തു തീർക്കാനുള്ള സോഴ്സ് അദ്ദേഹം കണ്ടെത്തിയ ആ സോഴ്സ് അബദ്ധജടിലമായ ഒരു സോഴ്സായി അബദ്ധത്തിൽ അതിനകത്ത് ചെന്ന് ചാടി പണം കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ CJ റോയിയുടെ ബാങ്ക് അക്കൗണ്ടിലെ സാമ്പത്തിക ഇടപാടുകൾ ലഭിക്കാൻ ബാങ്കുകൾക്ക് SIT കത്തയച്ചിട്ടുണ്ട്.
ഈ ഇടപാടുകൾ പുറത്തു വരുമെന്ന് ഭയന്നാണോ ഒരുപക്ഷേ റോയ് ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്തത്? അതൊന്നും റോയ്ക്ക് ഭയമില്ല. കാരണം റോയ് വളരെ ക്ലെവറാണല്ലോ ആ കാര്യത്തിൽ. അതുകൊണ്ട് ഒരു ബാങ്കിൽ അക്കൗണ്ട് അതിൻ്റെ അകത്ത് വരുന്ന പണം എത്രയായാലും ശരി, അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവും അത് ആ സിറ്റുവേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള കഴിവ് റോയ്ക്കുള്ള മനുഷ്യനാണ്. ആ ഒരാളാണ് ഇപ്പം ജീവിതം അവസാനിപ്പിച്ചതെന്ന് വിചാരിക്കണം. അത് സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിൻ്റെ കൊളാപ്സ്, അത് നമുക്കറിയാമല്ലോ, പല ആൾക്കാരും ബിസിനസ്സിൽ നേരത്തെ ക്രിസ്റ്റലിലൊക്കെ അവരൊക്കെ തെണ്ടി തിരിഞ്ഞു പോയി. അതുപോലെ പല ആൾക്കാരും ഇന്ത്യയിൽ ഈ ഫ്ലാറ്റ് കൺസ്ട്രക്ഷനിലും ഈ ലാൻഡ് സെയിൽസിലും ഒക്കെ ചെന്ന് ചാടി വലിയ വലിയ ഇൻഡസ്ട്രി ചാടി അതൊക്കെ 10 നിലയിൽ പൊട്ടിയ പല ആൾക്കാരും തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ ഇതുപോലെ ജീവിതം സഡനായിട്ട് ഇത്ര ഉത്തംഗ ശൃംഖലയിലിരുന്ന് സഡനായിട്ട് ആ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാർ, ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തിൽ വൻമരങ്ങൾ കടപുഴകുമോ? കാരണം പല രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള ആളുകളുമായും അദ്ദേഹത്തിന് സാമ്പത്തിക ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. അതിനൊന്നും സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം കുറേ ആൾക്കാരുടെ പണം പോയിട്ടുണ്ടാവും, അവർക്കൊക്കെ പണം കിട്ടാനുള്ള മാർഗം നോക്കും. എല്ലാവരും ഈ റോയി അറിയാമല്ലോ, അദ്ദേഹത്തിന് പണം കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ഭീതിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നത്. ഇത് മറ്റൊരു ചെറിയ കാര്യമാണ്, ചെറിയ കാര്യവും വലിയ കാര്യമാണ്. ആ ഒരു കാര്യം വെളിപ്പെടുത്താനേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാധിക്കത്തില്ല. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സ്റ്റെപ്പ് അറിഞ്ഞോ അറിയാതെയോ ഇൻകം ടാക്സ് വെച്ചു അദ്ദേഹത്തിൻ്റെ ക്യാബിൻ പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പം അവിടെ കൊണ്ടാണ്, അത് നേരത്തെ മുതൽ തുടങ്ങിയതാണ്. ആ ക്യാബിനൊക്കെ പരിശോധന വരും, താൻ വെട്ടിലാകും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വയം നിറയൊഴിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ തോക്കുകൾ പലരും പല ചർച്ചയിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇൻകം ടാക്സുകാരുടെ അടുത്ത് അമ്മയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റൂമിനകത്ത് കയറി. വളരെ വിസ്താരമുള്ള റൂമാണ്, അതിനകത്ത് വളരെയധികം സാധനങ്ങളുണ്ട്. അവിടുത്തെ സേഫ് പരിശോധിക്കാൻ അനുവദിച്ചില്ല. അകത്ത് കയറിയിട്ട് അന്നേരം അതിന് മുമ്പ് രാവിലെ തന്നെ അദ്ദേഹം തയ്യാറെടുപ്പ്, കാരണം ഇൻകം ടാക്സുകാർ അതിനകത്ത് കയറുമെന്ന് അറിയാം. അതുകൊണ്ട് ബ്രദറിനെ വിളിച്ചു. നീ എപ്പം വരുമെന്ന് ചോദിച്ചു. 10:20 ബ്രദറിനെ വിളിച്ചത്. 7 മണിക്ക് ഞാൻ അവിടെ എത്തും ചേട്ടാ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ അതിനകത്ത് കയറി അയാളെ ആ രഹസ്യം അല്ലെങ്കിൽ അദ്ദേഹം ഭീതിയിലേക്ക് വന്ന ആ സാധനം ഇവർ കണ്ടെടുക്കും. അതെന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ പ്രാധാന്യം ചിലപ്പം ഈ ഇൻകം ടാക്സുകാർക്കും അറിയത്തുമില്ലായിരിക്കാം. പക്ഷേ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ജീവൻ അവസാനിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. സാർ, ഈ റോയിയുടെ മരണത്തിനിടയാക്കിയ തോക്കിനെ ചുറ്റിപ്പറ്റിയും ധാരാളം കെട്ടുകഥകൾ വരുന്നുണ്ട്. ശരിക്കും സൈലൻസർ ഉള്ള തോക്കായിരുന്നു അത്? കാരണം ശബ്ദം കേൾക്കാതിരുന്നതിനാൽ പലരും പറഞ്ഞു സൈലൻസർ ഘടിപ്പിച്ച തോക്കായിരുന്നു എന്ന്. തോക്കിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ്, ഇപ്പോഴും തോക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരുന്നു റോയ് ഉപയോഗിച്ച ആ തോക്കിൻ്റെ പ്രത്യേകത? ആ തോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബെബ്ലി ആൻഡ് സ്കോട്ട് എന്ന് പറഞ്ഞ ഫേമസ് ആയ, ഇന്ത്യയിലൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ചെക്കോസ്ലോവാക്യൻ ഒരു തോക്കാണ്. തോക്ക് നമ്മൾ വിചാരിക്കണം, പിസ്റ്റലും ഉണ്ട്, റിവോൾവറും ഉണ്ട്. റിവോൾവറിനകത്ത് 6 റൗണ്ട് ഉണ്ടാവും. നമ്മൾ റിവോൾവർ പിസ്റ്റൽ കുറച്ചുകൂടെ ഹാൻഡിയാണ്, പോക്കറ്റിലേക്ക് വെച്ച് നടക്കാം. റിവോൾവർ സ്വല്പം കൂടെ ഹെവിയാണ്, കുറച്ച് വലുതാണ്. നമുക്കറിയാമല്ലോ റിവോൾവർ. ആ റിവോൾവറാണ് മിക്കവാറും ഉള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പ്രദർശിപ്പിക്കുന്നത്. ആ റിവോൾവറിനകത്ത് 6 റൗണ്ട് ഉണ്ടാവും. 6 റൗണ്ട്, ഓരോ റൗണ്ട് നമ്മൾ അത് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെടിയുണ്ട അങ്ങ് പോകും. ആ ഒരു വെടിയുണ്ട ചീറ്റിയാൽ അടുത്ത സ്ക്വീസിങ്ങിന് അടുത്ത വെടിയുണ്ട കയറി വരും. അതുകൊണ്ട് റിവോൾവറാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് സേഫ്. കാരണം പിസ്റ്റലിനകത്ത് ചേമ്പറിനകത്ത് ചിലപ്പം ആ വെടിയുണ്ട കയറി സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളയണം നമുക്ക്, അപ്പോൾ സ്വല്പം സമയമെടുക്കും. റിവോൾവറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരാളെ നമ്മൾ ജീവന് ഭീഷണി വന്നു കഴിഞ്ഞാൽ നമ്മൾ റിവോൾവർ വെച്ച് ഒരു റൗണ്ട് അടിച്ചു, 2 പേര് വന്നപ്പോൾ ഒരാളെ വെടിവെച്ച് കൊന്നു എന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് അടുത്ത ആൾ വരുമ്പം നമുക്ക് റിവോൾവറിനകത്ത് ചിലപ്പം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൗണ്ട് പോകത്തില്ല. അങ്ങനെ പോകാതെ വരുന്ന റൗണ്ട് അടുത്ത സ്ക്വീസിങ്ങിന് അത് അടുത്ത ചേമ്പറിലേക്ക് കയറും, പുതിയൊരു സാധനം വരും. അതാണ് റിവോൾവറിനുള്ള ഗുണം. നമുക്ക് 6 റൗണ്ട് 2 റൗണ്ട് ചീറ്റിപ്പോയാലും അടുത്ത സെക്കൻഡിൽ തന്നെ ആൾക്കാരെ വെടിവെക്കാൻ പറ്റും. അതാണ് റിവോൾവർ. റിവോൾവറിന് വില കൂടുതലുമാണ്. അതേസമയത്ത് പിസ്റ്റൽ എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഈ 6 റൗണ്ട് ചേമ്പറിനകത്തോട്ടാണ് കയറുന്നത്, ആ ബാരലിനകത്തോട്ടാണ് കയറുന്നത്.
അപ്പോൾ അവിടെ ഒരെണ്ണം സ്റ്റക്കായി കഴിഞ്ഞാൽ ആ ബാരൽ നമ്മൾ ഓടിച്ചെടുത്തിട്ട് അത് ഇതിനകത്തുനിന്ന് തട്ടി വെളിയിൽ കളഞ്ഞിട്ട് വേണം അടുത്തത് പിന്നെ ചെറിയെങ്കിലും അടുത്ത റൗണ്ട് കയറുകയുള്ളൂ. ഇത് 0.25 തോക്കാണ്. അത് ചെക്കോസ്ലോവാക്യൻ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് 0.25 തോക്കാണ്. അതിന് ശബ്ദം കേൾക്കില്ല. അത് നെഞ്ചിനോട് ചേർത്ത് വെച്ചാൽ ടക്കെന്ന് ചെറിയൊരു ശബ്ദം മാത്രമേ വരുള്ളൂ. അത് സൈലൻസറിൻ്റെ ആവശ്യം അതിനില്ല. 0.25 തോക്ക്, നേരത്തെ എനിക്ക് അങ്ങനെ ഒരു 0.25 തോക്ക് ഉണ്ടായിരുന്നു, അത് വിറ്റ് കളഞ്ഞു. ആ തോക്ക് അങ്ങനത്തെ ഒരു തോക്കിന് അത് നെഞ്ചിനോട് ചേർത്ത് വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊട്ടലേ ഉള്ളൂ. അത് വെളിയിൽ ആർക്കും കേൾക്കാൻ ഒക്കില്ല. അതിന് സൈലൻസറുള്ള തോക്കാണെന്ന് പറയുന്നത് അത് അജ്ഞാതം വന്ന് വെടിവെച്ച് അങ്ങനത്തെ കഥകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനൊരു സാഹചര്യം അവിടെ ഇല്ല. അപ്പം ഇങ്ങേർക്കുള്ളത് 0.25 പിസ്റ്റലാണ്. അത് ഒരു റിവോൾവറിൻ്റെ കാട്ടും സേഫ്റ്റി റിവോൾവറിനാണ് കൂടുതലുള്ളത്. ഇതിന് സേഫ്റ്റി കുറവാണ്. അങ്ങനത്തെ ഒരു പിസ്റ്റൽ 0.25 ആണ് ഉപയോഗിച്ചത്. ആ റൗണ്ട് അങ്ങനെയാണ്. അത് ചെക്കോസ്ലോവാക്യൻ ആകാം. വെബ്ലി ആൻഡ് സ്കോട്ടാണ് പണ്ട് മുതലേ ഉള്ള ചെക്കോസ്ലോവാക്യൻ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും. ഇന്ത്യയിലൊക്കെ ബ്രിട്ടീഷ് കാലത്തൊക്കെ ഈ ചെക്കോസ്ലോവാക്യൻ പിസ്റ്റലും റിവോൾവറാണ് ഉള്ളത്. അത് കോൾട്ട് നമുക്കറിയാം. സ്മിത്ത് ആൻഡ് വെസൽ എന്ന് പറഞ്ഞ ഒരു റിവോൾവറുണ്ട്. അതുപോലെ കോൾട്ട് റിവോൾവറുണ്ട്. അതൊരു വെബ്ലി ആൻഡ് സ്കോട്ട് എന്ന റിവോൾവർ. ഇതൊക്കെ നല്ല ധാരാളം പേർക്ക് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു സാധനം. വളരെ ഹാൻഡിയാണ് ഇതൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പിസ്റ്റൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അതിനകത്ത് വലിയ ശബ്ദം ഉണ്ടാകത്തില്ല. ചേർത്ത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ഇട്ടിരിക്കുന്ന വേഷം കോട്ടായാലും എന്തായാലും ശരി, അത് അതിൻ്റെ പിസ്റ്റലിൻ്റെ അല്ലെങ്കിൽ ആ റൗണ്ടിൻ്റെ ആ നോസിൽ നമ്മുടെ ഷട്ടിലോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെടിയുതിർത്ത് കഴിഞ്ഞാൽ ആ നോസിലോട്ട് ചെറുതായിട്ടൊരു സ്മോക്ക് ഉണ്ടാവും, ഒരു തുളയുണ്ടാവും, സ്മോക്ക് ഉണ്ടാവും. ഈ എൻട്രി ഊണ്ടിനേക്കാളും വലുതായിരിക്കും എക്സിറ്റ് ഊണ്ട്. അത് ബാക്കിൽ കൂടെ അങ്ങ് പോവും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടും ലങ്സും തുളച്ച് അപ്പുറത്ത് പോയി. ആ വെളിയിൽ പോയ പെല്ലറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ തോക്ക് പിസ്റ്റലാണ്, സൈലൻസറൊന്നുമില്ല. അങ്ങനെ ധാരാളം വാർത്തകൾ ഞാൻ കണ്ടു. ഒരു സൈലൻസറും അതിൻ്റെ അകത്തില്ല. റോയിയെ സംബന്ധിച്ച് ഇനി വരുന്ന ഓരോ വാർത്തകളും അതിനിർണായകമാണ്. അപ്പോൾ ഇനി എല്ലാം ചുരുളഴിയുമോ? റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇനിയും പുറത്തു വരാത്ത കാര്യങ്ങൾ ചുരുളഴിയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നണേ. കാരണം യഥാർത്ഥത്തിൽ ഞാനൊക്കെ സംശയിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിലേക്ക് ആ SI അവിടുത്തെ അന്വേഷണ ടീമോ ഇൻകം ടാക്സും EDയും വന്നില്ലെങ്കിൽ റോയിയുടെ മരണകാരണം എന്താണെന്ന് തെളിയാതെ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്.